ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ 3 തട്ടിലായിട്ട് ഞാനിങ്ങനെ ഇടിയപ്പം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ പോയണേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണേ. ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് പാക്കറ്റിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പൊടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ തിളച്ച വെള്ളത്തിലല്ല ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കുന്നത്. ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഡബിൾ ഫോഴ്സിൻ്റെ ഒരു പാക്കറ്റ് പൊടിയായിരുന്നു. അത് നല്ല ഇടിയപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇടിയപ്പത്തിന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണേ. അപ്പോൾ അതേ സവോള എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടാവും. സവോള നന്നായിട്ട് വഴന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് കറിവേപ്പില സവോള എല്ലാം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് നല്ല ശരിക്കും വഴന്ന് വന്ന് ഒരു ബ്രൗൺ കളർ പോലെ ആയി വരണം. സവോള നന്നായിട്ട് വഴന്ന് വന്നില്ലെങ്കിൽ നമ്മുടെ മുട്ട റോസ്റ്റിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ദേ മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മക്കൾക്ക് മല്ലിയില കൂടുതൽ ഇടുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അനുക്കുട്ടി ഇവിടെ കൂടുതൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൊളസ്ട്രോളും ഒന്നും ഉണ്ടാകത്തില്ല, മല്ലിയില കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ റെഡിയാക്കിയൊക്കെ എടുത്ത് അപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് മുറിച്ചാണ് കേട്ടോ ഇട്ടു, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചാണ് മുട്ട ഇട്ട് കൊടുത്തത്. അങ്ങനെ രാവിലെ ഇടിയപ്പവും മുട്ട റോസ്റ്റൊക്കെ ആയിരുന്നു എല്ലാവരും കഴിച്ചത്. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 പേരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അനുക്കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സാണ്. അനുക്കുട്ടിക്ക് പോയി ക്ലാസ്സിന് പോകണ്ട, ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കാം. അപ്പോൾ ഞാൻ രാവിലെ ഇനിയിപ്പം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല. പിന്നെ വീട്ടമ്മമാർക്കൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഇനി കറി തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണല്ലേ. അപ്പം നമ്മളിങ്ങനെ നോക്കിയൊക്കെ ഇരുന്ന് കേട്ടോ, ബാധിക്കുക എന്തെങ്കിലും മീൻ വരുമെന്ന് ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പത്രവും നോക്കി അവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അന്നേ പിന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു മീൻ തട്ടുണ്ട് ക്രോസിനടുത്ത്. അപ്പോൾ അവിടെ പോയി മീൻ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ പോയി മീൻ നോക്കാമെന്നൊക്കെ വിചാരിക്കുക. ഞാൻ അന്നേരം ശബ്ദം കൊടുത്തെങ്കിലും എനിക്കത് നല്ല ക്ലിയർ ആയിട്ട് തോന്നിയില്ല കേട്ടോ. അതാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ രാവിലെ ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വെയിലറച്ചപ്പോഴത്തേക്ക് നമുക്കിവിടെ അടിച്ചും തൂത്തൊന്നും ഇല്ലായിരുന്നേ. പിന്നെ മാത്രമല്ല ഞാൻ ടാങ്കിൽ വെള്ളം കയറ്റാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറഞ്ഞു പോയാൽ പിന്നെ അറിയത്തില്ല, അനുകുട്ടി ക്ലാസ്സിലുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് മീൻ നോക്കാനായിട്ട് പോകാം, അതുവരേക്കും വെള്ളവും കയറും, ഓഫാക്കിയിട്ട് പോവുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ ആ തുളസിത്തറയുടെ ഭാഗത്തും നമ്മുടെ ഇൻ്റർലോക്ക് ഇവിടെ എല്ലായിടും ഒന്ന് അടിച്ചു വാരാനുണ്ട്. ഇലകളെല്ലാം വീണ് കിടപ്പുണ്ട്. രാവിലെ ഒരു മഴ പെയ്തു മാറിയതേ ഉള്ളൂ. അപ്പോൾ വെയിലറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വെയിലറിക്കുന്ന സമയത്തൊക്കെ അല്ലേ ഇതൊക്കെ അടിച്ചു വരാൻ പറ്റുള്ളൂ. അന്നേ പിന്നെ അതൊക്കെ കൂടെ ചെയ്തിട്ട് മീൻ നോക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ആദ്യം അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പുറത്തേക്ക് വന്നപ്പോഴാണ് ഓർത്തത് അയ്യോ വെള്ളം നിറഞ്ഞു പോയാൽ അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ കുറ്റിച്ചൂലിലാണെങ്കിലേ നമുക്ക് ആ മെറ്റലിൻ്റെ പുറത്തുനിന്ന് അതൊക്കെ ഒന്ന് അടിച്ചു വാരി കളയാൻ പറ്റുള്ളൂ. മറ്റേ രാവിലെ എണീറ്റ് വന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് രാവിലെ ഒന്നും അടിച്ചു വരാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ച് വെയിലെറിക്കട്ടെ, എറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് തൂത്തുവാരി ഒക്കെ കളയാനൊക്കെ പറ്റും. നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല കാറ്റാണ്. ആ കാറ്റത്ത് എല്ലാം പറന്ന് നമ്മുടെ വാതിൽക്ക് തന്നെ വന്ന് വീഴുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ടാങ്ക് നിറയുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കില്ലെന്നുണ്ടെങ്കിൽ മൊത്തം വെള്ളം അവിടെ പോകും. അപ്പോൾ അതൊക്കെ കൂടെ അങ്ങനെ. പിന്നെ മീൻ നമ്മുടെ റോഡെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ 2 പേര് വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴൊക്കെ പൊടിമീനായിരുന്നേ. അപ്പോൾ ഇവിടെ അനുക്കുട്ടി പറഞ്ഞ് ചെറിയ പൊടിമീൻ, അതായത് കൊഴുവ, ചൂടന അങ്ങനെയുള്ളതൊന്നും മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും മേടിച്ചില്ല. അപ്പോൾ മത്തി ഉണ്ടെങ്കിൽ വാങ്ങാമെന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നതൊന്നും മത്തിയല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നേ ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോകാം. നമ്മുടെ ഈ ജംഗ്ഷനാണ്, തൊട്ടപ്പുറത്താണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനത് അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ വണ്ടിയിലിങ്ങനെ നമ്മുടെ ഈ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാന്ന് ചോദിച്ചൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. പ്ലാസ്റ്റിക് കിടപ്പുണ്ട, കുപ്പി ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഗേറ്റിൻ്റെ വെളിയിലൊരു ചേട്ടൻ വന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല ചേട്ടാ ഒന്നും കിടപ്പില്ല, ഒന്നുമില്ലെന്ന് പറയും. അങ്ങനെ ആ ചേട്ടൻ പോയി.
പിന്നെ ഞാനവിടെ കുറച്ച് നേരം അവിടെ എല്ലാം ചെടികളൊക്കെ ഒന്ന് നോക്കി അങ്ങനെ നിന്ന് കേട്ടോ. അതിലൊക്കെ എന്തോ ഒരു പുഴുക്കുത്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കി പിന്നെ നേരെ കയറി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മീനിനുള്ള കാശ് കൊടുത്തിട്ട് നേരെ മീൻ വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ടാങ്ക് നിറഞ്ഞ് ഞാൻ ഓഫാക്കിയിട്ടാണ് പോണത്. അപ്പോൾ ദേ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല കാലാവസ്ഥയാണിന്ന്. അങ്ങനെ ഞാൻ പോയി വാങ്ങിയിട്ട് വന്നെന്താണെന്ന് വെച്ചാൽ മത്തിയായിരുന്നു കേട്ടോ, നല്ല പച്ച മത്തിയായിരുന്നു. ഞാൻ 1/2 കിലോനെ വാങ്ങിയുള്ളൂ. ഇപ്പം മത്തിക്ക് ഭയങ്കര വിലയാണ്. നേരത്തെയൊക്കെ ഒരു വിലയില്ലാതെ കിടന്ന ഒരു സാധനമാണ് ഈ മത്തി എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ തീ പിടിച്ച വില എന്ന് വെച്ചാൽ 1/2 കിലോ മത്തിക്ക് പോലും 200 രൂപയാണ്. അപ്പോൾ 200 രൂപയ്ക്കാണ് ഞാൻ ഈ മത്തി വാങ്ങിയിട്ട് വന്നത്. എണ്ണി നോക്കിയപ്പോൾ എത്രയുണ്ടെന്നാ 10 മത്തിയുണ്ട്, പച്ചയാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്, തേങ്ങ അരച്ചിട്ട് കറി വെച്ച് തന്നെ എടുക്കാം. അപ്പോൾ ഇനി ഇത് പച്ചമത്തിയല്ലേ, അപ്പോൾ നല്ല ചെതുമ്പല് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ അതിൻ്റെ ചെതുമ്പല് പോകുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കത്തിക്ക് ഇങ്ങനെ ചെതുമ്പി എടുത്തുന്ന ചെതുമ്പല് പോകത്തില്ല. കണ്ട നല്ല ഫ്രഷ് മത്തിയാണ്. അപ്പോൾ കുറച്ച് സമയം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ എണ്ണി നോക്കിയതാണ് കേട്ടോ. 10 മത്തി ഉണ്ടായിരുന്നേ. ഒരെണ്ണം ഏറ്റവും വലുതുമായിരുന്നു, ബാക്കിയെല്ലാം ഇടത്തരമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ചെതുമ്പല് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് തോരൻ ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ മത്തിയുടെ പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കടുകിട്ട് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാബേജിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാരറ്റും ചെറിയൊരു സവാളയും പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ഇതളായിരുന്നേ, ക്യാബേജ് കൊത്താൻ പറ്റിയില്ല. അപ്പോൾ അനുക്കുട്ടി ഇത് അരിഞ്ഞു വെച്ചിട്ടാണ് ക്ലാസ്സിന് ഇരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം എടുത്തിട്ട് ഒന്നിച്ചിങ്ങനെ കട്ടിംഗ് ബോർഡ് വെച്ച് അരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാനതെല്ലാം ഒന്നതേ വറയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എപ്പോഴും ഒതുക്കിയാണ് ഇടുന്നത്. തേങ്ങയും ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി അതിലേക്ക് ചേർക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ തേങ്ങാക്കൂട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് വാടി വന്നാൽ മതി. ഒരുപാടൊന്നും ക്യാബേജ് തോരനെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വാട്ടിയെടുക്കേണ്ടതാണ്, ഇലക്കറികളല്ലേ. അപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മത്തി കറി വെക്കണം. അപ്പോൾ ഞാൻ മത്തി ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതേ നല്ല മുട്ടയുള്ള മത്തിയായിരുന്നേ. അപ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കാം. അനിക്കുട്ടിക്ക് ഇത് ഫ്രൈ ആക്കി കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ കൂടുതലുണ്ട്. ഇപ്പോൾ 10 മത്തി ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തുള്ള മുട്ട ഇപ്പോൾ 3 പേർക്കും കൊടുക്കാൻ മാത്രമുണ്ട്. അപ്പം ഞാനതെല്ലാം മത്തിയിൽ നിന്നും ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ആക്കണം. അങ്ങനെ എല്ലാ മത്തിയും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് തേച്ചെടുക്കുകയാണേ. അപ്പം ഞാൻ കത്രിക ഉപയോഗിച്ചല്ല കേട്ടോ ഞാൻ മത്തി വെട്ടിയത്. അപ്പം ഞാൻ നേരത്തെ ഒരു കമൻറ്റിലുണ്ടായിരുന്നു മത്തി വെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്.
അപ്പം ഞാൻ അതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയത്. ഇപ്പം ഞാൻ ചെറിയ കത്തി ആയതുകൊണ്ട് കത്തി കൊണ്ട് തന്നെയാണ് ഞാൻ വെട്ടിയെടുത്തത്. ഈ ചെറിയ കത്തി ആകുമ്പോഴത്തേക്കും നമുക്ക് കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന കത്തിയാണ്. മത്തിയൊക്കെ വെട്ടിയെടുക്കാനൊക്കെ എളുപ്പമാണ്. വലുതൊന്നും നമുക്ക് കയ്യിൽ ഒതുങ്ങത്തില്ല. അപ്പോൾ അതേ മത്തിയിലുള്ള മുട്ടയെല്ലാം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീനാക്കിയൊക്കെ എടുത്ത്, മത്തിയും മുട്ടയും എല്ലാം നന്നായിട്ട് തേച്ച് കഴുകി ക്ലീനാക്കിയൊക്കെ എടുത്ത്, അതിൽ നിന്ന് 2 മത്തി ഞാനിത് മസാല പുരട്ടി മാറ്റി വയ്ക്കാൻ വേണേ. അപ്പോൾ മോന് ചോറ് കൊടുത്ത് വിടുമ്പോൾ 2 എണ്ണം ഫ്രൈ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചാണ്. ബാക്കി ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അരച്ചെടുത്ത അരപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ട് കറി കൂട്ടി അടുപ്പത്ത് വയ്ക്കാൻ പോയണേ. അപ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒരു ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 പീസ് കുടംപുളിയില്ലേ, അത് 2ആയിട്ട് കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണം. 2 കുടംപുളിയാണ്, അത് ഞാൻ 2 പീസായിട്ട് കീറി എടുത്തതാണ്. അപ്പോൾ അത് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കറി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ആ ഫ്രൈ ചെയ്യാനുള്ളത് മത്തിയുടെ മുട്ടയും കൂടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ 2 മത്തി പുരട്ടി വെച്ചത് ഞാൻ മാറ്റി വെച്ച് അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തേക്ക് വേണ്ടത് നാളെ ചോറ് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്തെടുക്കാനൊക്കെ എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ കറി ഉണ്ടാക്കാൻ ഇപ്പോൾ രാവിലെയാണ് 7 മണിക്കാണ് വണ്ടി. അപ്പോൾ 7 മണിക്ക് പോകുമ്പം നമുക്ക് രാവിലെ ഒരു പണിയാണ്. പെട്ടെന്നാണ് എല്ലാം റെഡി ആവണമല്ലോ, കാപ്പിയും ചോറും എല്ലാം റെഡി ആകണ്ടേ. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് തലേദിവസം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കും. അപ്പോൾ കറിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നമ്മൾ തവി ഇട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ആ മത്തി തവി ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ തുണി ഇങ്ങനെ വട്ടം പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് കഴിക്കാനൊക്കെ ഉള്ള പാത്രങ്ങളെല്ലാം അനിക്കുട്ടി ഇവിടെ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നതാണ്. 12:15 വരെ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയാണ്. അപ്പം ഞാൻ പിന്നെ അതിനകത്ത് ക്യാഷിനിട്ട് ആ പാത്രത്തിലിട്ട് വെച്ചിട്ടേ ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം നീക്കം ചെയ്ത് മാറ്റിയിട്ട് അതിൽ ഞാൻ നല്ലത് നോക്കിയിട്ടൊക്കെ അതിൽ വെച്ച് വരുന്നത്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തതാണ്. അങ്ങനെ ദേ നമ്മുടെ കറികളെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. കറിയൊന്ന് കാണിച്ചു തരികയാണ്. കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മത്തിയുമായിരുന്നു. അപ്പോൾ ദേ മുട്ട വറുത്തത്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഊണൊക്കെ കഴിക്കാൻ ഒക്കെ എടുത്ത് വെച്ച് അപ്പോഴാണ് മുട്ട പൊരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ മുട്ടയും കൂടെ എടുത്ത് 2 മുട്ടയും കൂടെ പൊട്ടിച്ച് അതും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഊണ് കഴിക്കാനൊക്കെ ഇരുന്ന് ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചത്. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം അങ്ങനെ റെസ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ പുറത്ത് പോയിരുന്നിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഇന്ന് വെയിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ തുണികളൊക്കെ ഇന്ന് കഴുകി പിന്നെ ഉണങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണങ്ങി കിട്ടിയത് അപ്പോൾ ഇനി അതും ഒന്ന് മടക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി അതൊക്കെ മടക്കിയൊക്കെ വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഉൾപ്പെടുത്താനായിട്ടാണ്. എപ്പോഴും നിങ്ങളെ അതൊക്കെ കാണിച്ചൊന്നും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ സ്കിപ്പടിച്ചതാണ്. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നേ. 2 കിലോ കപ്പ വാങ്ങിയതായിരുന്നു. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാൻ പോയിണേ. കുക്കറിൽ വെച്ചിട്ട് അത് കൊത്തി അരിഞ്ഞ് വേവിക്കാൻ പോയണേ. അപ്പോൾ മത്തിക്കറി ഉണ്ടല്ലോ, കപ്പയും മത്തിക്കറിയും കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനല്ലേ. മോള് വരാൻ സമയമൊക്കെ ആയി വരുന്നു ക്ലാസ്സിന് പോയിട്ടേ. അപ്പോൾ വരുമ്പം പഠിക്കാൻ പോയിട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു നല്ല വിശപ്പുമായിട്ടാണല്ലോ വരുന്നല്ലേ. നമ്മളൊക്കെ പഠിക്കാൻ പോയി കൊണ്ടുവന്ന സമയത്തൊക്കെ അങ്ങനെയല്ലേ, എങ്ങനെയെങ്കിലും വീടെത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുള്ള ചിന്തയിലല്ലേ നമ്മളൊക്കെ ഓടി വരുന്നത്. അപ്പോൾ നല്ല വിശപ്പുമായിട്ടാണ് വരുന്നത്. പിന്നെ അത് ഒന്ന് കൊത്തി അരിഞ്ഞ് ഞാനത് കുക്കറിലെടുത്ത് വെച്ച് വേവിക്കാൻ പോയണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യം ഒട്ടും മറക്കരുതും കേട്ടോ. ലൈക്ക് തന്നേക്കണേ. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കാം കേട്ടോ. ഞാനും എല്ലാവരുടെയും വീഡിയോ കാണാറുമുണ്ട്, ലൈക്ക് അടിക്കാറുണ്ട്. അതുപോലെ എന്നെയും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേ ഉപ്പൊക്കെ ചേർത്ത് ഞാനത് വെക്കാൻ പോയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതിലേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.